ഹലോ, ഇതാണ് ഇപ്പൊ ഞങ്ങളവിടുത്തെ ചെറുനാരകമാണ് കേട്ടോ. അപ്പൊ ഇതില് നിറച്ചുണ്ടായിട്ടുണ്ട്. വീണോ? അതെയോ? ആ, ഞാനിപ്പോ തോട്ടി കൊണ്ടുവച്ചിട്ടിരിക്കുന്നു. ഇല്ല, പഴുത്തതൊക്കെ കുലിക്ക വീഴും. അപ്പൊ നിറച്ചുണ്ടായിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ എല്ലാതും ഒപ്പം പഴുക്കില്ല, ഓരോന്നും ഇങ്ങനെ ഓരോ ടൈമില്. അപ്പൊ ഇപ്പൊ എനിക്കൊരു കിട്ടും. അങ്ങനെ അങ്ങനെ 10 ഒക്കെ ആയി. അപ്പൊ ഞാൻ ഇതുകൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന അച്ചാറ് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു. വേണ്ട, ഒന്നും കൂടി പൊടിച്ചു നോക്കട്ടെ. അതും കൂടി വീഴും. പഴുത്തതൊക്കെ ഇങ്ങനെ വീഴുന്നുണ്ട് കേട്ടോ. ഇനി വീഴില്ല, ആയി കഴിഞ്ഞു. ഇല്ലേ, അത് വീണു. ഇനിയൊക്കെ പച്ച, ബാക്കിയൊക്കെ ഓൾറെഡി വീണു. 5-6 5-6 10 ഉണ്ട്. അപ്പൊ ഇത് കണ്ടോ, വീട്ടിലുണ്ടായ നാരകത്തിന്റെ ഒരു എന്താ മണം അറിയോ. പിന്നെ ഇത് അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. ചിലതൊക്കെ ഉള്ളു ചെറുത്, ബാക്കിയൊക്കെ നല്ല വലിപ്പമുണ്ട്. അപ്പൊ ഇത് നമുക്ക് വീട്ടിലുണ്ടാവുന്ന നാരകം എന്ന് പറയുമ്പോ അതിൻ്റെതായ ഒരു ഗുണം എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതുകൊണ്ട് ഒരു അച്ചാറുണ്ടാക്കി വെച്ചാൽ കുറച്ച് ദിവസം ഇരിക്കും. അപ്പൊ കടുമാങ്ങിയും ഇപ്പൊ ഇങ്ങനെ കുറെ ദിവസം കൂട്ടി മടുത്തപ്പോ പിന്നെ ഇപ്പം നാരങ്ങ കിട്ടിയപ്പോ ഇതുകൊണ്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇത് ഒക്കെ പിറക്കി ഇനി ഇത് ഒക്കെ എന്താണ് സെറ്റ് ചെയ്യണം കേട്ടോ. കുറച്ച് പണിയുണ്ട് അച്ചാർ ഉണ്ടാക്കാൻ. അതെ, ഇത് നമ്മൾ ആ ഭാഗത്തും ഉണ്ടായിരുന്നു. അവിടുന്ന് വിത്ത് വീണിട്ടാണ് ഇവിടേക്ക് ആയത്. എന്തെങ്കിലും കൊണ്ടുവന്നിട്ടതാവോ, ഉണ്ടാവുന്നുണ്ട്. ഒന്നുമില്ല. അതെ, ഇപ്പൊ നാരങ്ങയൊക്കെ നന്നായി കഴുകി ഇനി ഇത് നന്നായി തുടയ്ക്കണം കേട്ടോ. ഒരു തീരെ വെള്ളം പാടില്ല. അപ്പൊ ഇതൊക്കെ നന്നായി തുടയ്ക്കട്ടെ. ആകെ 10 തന്നെ ഉള്ളൂ, പക്ഷെ നല്ല വലുപ്പമുണ്ട് കേട്ടോ നാരങ്ങ. എത്രയോ ഡിഫറൻറ്റ് ടേസ്റ്റില്. അതെ, ഇപ്പൊ നാരങ്ങ വെള്ളമാകുമ്പോഴും അതെ നമുക്ക് അറിയുന്നുണ്ട്. ഇനി ഇത് ഞാൻ നല്ലെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കട്ടെ, ഇതൊന്ന് സോഫ്റ്റ് ആയി വരാൻ വേണ്ടിട്ട്. അപ്പൊ ഇതൊന്ന് നല്ലെണ്ണയിൽ വഴറ്റട്ടെ. അധികം പാരണ്ട കേട്ടോ, കുറച്ച് പറഞ്ഞാൽ മതി. ഒന്ന് വഴണ്ടി വരാൻ വേണ്ടി മാത്രം. ഇതൊന്ന് നന്നായി വഴന്നിട്ടോ. ഒന്നത് എന്താ പറയാ, ഒന്ന് മയം വരണം. തോല് നല്ല നാരകത്തിന്റെ തോല് ഇത് നല്ല മയം വന്നിട്ടോ. മറ്റേത് ഞാൻ ഹാർഡായിട്ടില്ല ഉണ്ടാവും. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ നല്ല മയം വരും. ഇത്രേ ആവുന്നുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യണേ. ഓഫ് ചെയ്തിട്ടോ. ഇനി ഇതിലെ കിടന്നിട്ട് തന്നെ ഒന്നും കൂടി ആവും. നല്ല ചൂടുണ്ട് തീനച്ചട്ടി. ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് വേണം നമുക്കിത് മുറിക്കാൻ. അപ്പൊ അതിന് മുന്നേ മസാല ശരിയാക്കണം. അപ്പൊ ഇനി ഇതിന് ഉള്ള മസാല ഉണ്ടാക്കട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി. ഒരു കഷ്ണം കായം ആദ്യം മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ടേസ്റ്റ് കിട്ടില്ല. പൊടി ഉണ്ട് എന്റെ കയ്യില്, പക്ഷെ അച്ചാറിനൊക്കെ കായം മൂപ്പിച്ച് പൊടിക്കുന്ന വേണം. കായം മൂത്തു കേട്ടോ. ഇനി ഇത് വാങ്ങട്ടെ. ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കണം. ഒരു 4 ചെറിയ സ്പൂണിന് ഒരു 4 സ്പൂണ് ഉലുവ. നല്ല ഇതിനെല്ലാം നല്ലെണ്ണ അല്ലെങ്കിൽ കടലെണ്ണ. വെളിച്ചെണ്ണ പറ്റില്ല. നോർത്തിലൊക്കെ കടുകെണ്ണ ഉപയോഗിക്കുക, പക്ഷെ നമ്മളത് ഉപയോഗിക്കാറില്ല. അതിനൊരു മണാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോ എന്താ അറിയോ, ഉപ്പ് നമുക്ക് ഇഷ്ടത്തിന് ഇടാം, വളരെ കുറച്ചിടാം. പിന്നെ അത് ചേർത്തിയാവാതിരിക്കാൻ നമ്മൾ അതിൽ യാതൊന്നും ചേർക്കുന്നില്ല. അപ്പൊ നമുക്കത് കഴിയുന്നതും നന്നായിട്ട് കഴിക്കാൻ പറ്റും. അപ്പൊ ഞാൻ അധികം എല്ലാ അച്ചാറുകളും ഞാൻ തന്നെ ഇട്ടോ ഉണ്ടാക്കുക. കുട്ടികൾക്കും അതെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കി കൊടുത്തേക്കാറ്. അപ്പൊ ഇത് നമ്മള് ഒരു കുറച്ചു നേരം ഒന്ന് പണി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് പക്ഷെ കുറെ കാലത്തിന് ഉണ്ടാവുമല്ലോ. ഒരു ദിവസം ഒരു അരമണിക്കൂർ ഇതിന് മെനക്കെട്ടാൽ നമുക്കൊരു 5-6 മാസം വരെ അച്ചാറുകളൊന്നും മേടിക്കേണ്ടി വരില്ല.
അപ്പൊ ഇനി ഇത് ഞാനൊന്ന് നന്നായി പൊടിക്കണം കേട്ടോ, ഒന്ന് ചൂടാറട്ടെ. ഇനി ഇതിലേക്ക് വേണ്ടത് ഇത് ഒരു 10 ഉള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര കുറച്ച് ഇഞ്ചിയും ഇത്ര ഒരു തുടം വെള്ളുള്ളിയാണിത്. ഇത് രണ്ടും കൂടി ഒന്ന് ചതച്ചിട്ട് മൂപ്പിക്കണം. അപ്പൊ ഇതൊന്ന് ചതക്കട്ടെ കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി ചതഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂപ്പിക്കണം. കായും ഉലുവയും കൂടി ഒന്ന് പൊടിക്കട്ടെ. കായും ഉലുവയൊക്കെ നന്നായി പൊടിഞ്ഞു. ഇനിയാണ് മസാല തയ്യാറാക്കേണ്ടത്. ഇനി ഈ കായും ഉലുവയൊക്കെ വറുത്ത എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂപ്പിക്കുന്നത്. ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുന്നേ ഉള്ളൂ. ഇനി ഞാൻ തീ ഓഫ് ചെയ്യണേ. ഇനി ഇതിലേക്ക് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ആദ്യം ഇടുന്നത്. തീ ഓഫ് ചെയ്യണേ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. ഈ ചൂടിൽ തന്നെ ഇത് ഒരു 3.5 സ്പൂണ് കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു സ്പൂണ് മറ്റേ നമ്മുടെ നാടൻ മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഈ ഉലുവയും കായും കൂടി പൊടിച്ചത് ഒരു 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കുക. നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം കേട്ടോ. വളരെ സെമ്മിലിട്ടിട്ട് ഇത് കളറൊന്ന് മാറണം. കുറച്ചുകൂടി എണ്ണ നന്നായി പാരുന്നുണ്ട് കേട്ടോ. ഇതൊരു പേസ്റ്റ് രൂപമാവണം. വെള്ളം പാരരുത്. നമുക്കിത് പേസ്റ്റ് ആക്കണമെങ്കിൽ എണ്ണ പാർന്ന് പേസ്റ്റ് ആക്കുക. വെള്ളം തൊടാനേ പാടില്ല. ഓഫ് ചെയ്തോ തീയെ. ഉപ്പിടണേ. ഞാൻ ഇതിലേക്ക് കല്ലുപ്പാട്ടോ ഇടുന്നത്. കല്ലുപ്പാവുമ്പോ ഇത് അലിഞ്ഞ് വെള്ളം ആയിക്കോളും കുറച്ച് കഴിയുമ്പോഴേക്കും. അപ്പൊ മസാലക്കൂട്ട് റെഡിയായി. ഇതിൽ ഞാൻ കരിവേപ്പിന്റെ ഇല അങ്ങനെ ഒന്നും പച്ചമുളക് ഒന്നും ഇടുന്നില്ല കേട്ടോ. വെറും വെളുത്തുള്ളിയും ഇഞ്ചിയും മാത്രമേ ഉള്ളൂ. ഇനി ഇത് ഓഫ് ചെയ്തു ഓൾറെഡി. ഇനി ഇത് നമുക്ക് നാരങ്ങയിലേക്ക് ഇടണം. അപ്പൊ ഇത് നാരങ്ങ ഒന്ന് ചൂടാറിട്ട് എന്നിട്ട് ചെയ്യാട്ടോ. അപ്പൊ നാരങ്ങ നല്ല ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇത് നാരങ്ങ ഞാൻ ഇങ്ങനെ 4 ആക്കിയിട്ടോ മുറിക്കുന്നുള്ളൂ. ഉണ്ടോ? ഇങ്ങനെ മുറിച്ചിട്ട് നമ്മളിത് എടുക്കാൻ പാടില്ല. ഇങ്ങനെ നമ്മളിത് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കരുത്. എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ വേണം ഈ മസാല നിറയ്ക്കാൻ. മസാല നിറച്ച് ഇതൊന്നും കൂടി അതേമാതിരി നമ്മള് തിരിച്ച് അതേമാതിരി ആക്കാം, ഒട്ടിച്ച മാതിരി. എന്നിട്ട് ഇത് ഇങ്ങനെ അടുക്കി വെക്കണേ. കുറച്ച് ദിവസം പിടിക്കും ഇത് റെഡിയായി വരെ. പക്ഷെ നല്ല സ്വാദാട്ടോ ഇത്. പണ്ടൊക്കെ കല്യാണ സമയത്തെ ഇതൊക്കെ ഉണ്ടാക്കി വെക്കും പണ്ടത്തെ അമ്മായിമാര്. എന്താ വെച്ചാൽ കല്യാണത്തിന് വിരുന്നുകാര് വരുമ്പോ അച്ചാറും ഭക്ഷണം കൊടുക്കണ്ടേ. ഇതെന്തൊരു സ്വാദാറിയോ ഇത് കഴിക്കാൻ. നല്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുമ്പോ സെപ്പറേറ്റ് ആകുമോ? അപ്പോഴേക്കും അതിങ്ങനെ അലിഞ്ഞ മാതിരി ആവും. നമ്മളെ ഇളക്കിയാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുലുക്കി കൊടുക്കാം. അതെ, പീസായി കിട്ടില്ല. പക്ഷെ നമുക്കതൊരു എന്താ പറയാ നല്ല പേസ്റ്റ് മാതിരി ആയിട്ട് കിട്ടും. അങ്ങനെ കഴിക്കില്ലേ നമ്മള്, തൊട്ട് കൂട്ടുക എന്ന് പറയില്ലേ, അങ്ങനെയാവും. പക്ഷെ അത് നാവിന് നല്ല സ്വാദുമാണ്. മറ്റേതാണ് നമ്മള് മിക്സ് ചെയ്യല്ലേ ചെയ്യാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യല്ലേ ചെയ്യാം. ഇതൊക്കെ ഞാൻ വല്യമ്മയുടെ അച്ചാറുകളാട്ടോ, സ്പെഷ്യൽ അച്ചാറുകള്. ഇല്ല, 10 ദിവസം കൊണ്ടാവില്ല. ഇവിടെ അച്ചാറുണ്ടാക്കുമ്പോഴേക്കും കൂട്ടണേ, അത് ഈ അച്ചാറ് പറ്റില്ല അങ്ങനെ. ഇത് നല്ല മയായിട്ടോ. അത് ഉണ്ടോ? മുറിക്കാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ടും ആക്കാം. പക്ഷെ അതിനേക്കാളും നല്ലത് ഇങ്ങനെ വറുക്കുകയാണ് നല്ലത്. വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ ഉപ്പിലിട്ട് വെക്കില്ലേ, അങ്ങനത്തേനൊക്കെ നല്ലതാണ്. ഇത് അടുത്ത കൊല്ലം വരെ ഇരിക്കട്ടോ, ഒരു കേടും ഉണ്ടാവില്ല. വെള്ളമില്ല. പിന്നെ ഡ്രൈ അല്ലേ. ഇതൊക്കെ പണ്ട് സുരേട്ടൻ എന്താണ് ഷിപ്പിന്ന് വരുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഒരു 5-6 കുപ്പി അച്ചാറുകൾ റെഡി ആയിട്ടുണ്ടാവും.
അപ്പൊ ഇതൊക്കെ ഞാനിപ്പോ ഇതൊക്കെ ഉണ്ടാക്കുമ്പോ ഓർമ്മ വരുന്നു കേട്ടോ. എന്തൊക്കെ തരം അച്ചാറുകൾ അറിയോ കൊണ്ടുവരിക. എന്താ വെച്ചാൽ സുരേഷിന് ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാം അമ്മയ്ക്ക്. അപ്പൊ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തേക്കും. അപ്പൊ അമ്മമാരില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. അതെ, അമ്മമാരുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അങ്ങനെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അമ്മമാരില്ലാത്ത എല്ലാവർക്കും അറിയുന്നുണ്ടാവും അതിന്റെയൊക്കെ ഒരു വിഷമം. പിന്നെ ഞാനിതില് ബാക്കി നാരങ്ങ നമ്മൾ മുറിക്കുമ്പോ വെള്ളം ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ ഇതിലേക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നാരങ്ങയുടെ ജ്യൂസ്. ഇനി ഇതില് ഞാന് ഒരു സ്പൂണ് സുർക്ക പാരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം എല്ലാ 4 ഭാഗത്തേക്ക് ഈ മസാലകളെല്ലാം ആക്കട്ടെ. ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി ഇങ്ങനെ ഇരിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. 1 മാസം വേണം ഇത് ശരിക്ക് പാകാവാൻ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാട്ടോ. 1 മാസം കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കുമ്പോ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. നാരങ്ങ റെഡിയായി. ഇനി ഇത് നന്നായി അടച്ചു വെക്കുക. ഇനി നമുക്കത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് കുലുക്കി കൊടുത്താൽ മതി. അപ്പൊ അത് നന്നായിട്ട് ഇതിലെല്ലാം പിടിച്ചോളും. അപ്പൊ ഇതിന് ഒരു മാക്സിമം 1 മാസം ഇരുന്നിട്ട് കഴിക്കട്ടോ. അതെ, 1 മാസം ഇരിക്കണം. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ഷെയർ ചെയ്യുക. അപ്പൊ ഇനി അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ, ബൈ.